ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു നാടൻ കറിയാണ്. നമ്മുടെ അവിടെ ഈ കറിക്ക് പറയുന്നത് മാങ്ങാപ്പുളി എന്നാണ്. പച്ചമാങ്ങ കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് പച്ചമാങ്ങ തൊലി കളഞ്ഞ് ചെത്തിയെടുക്കുക. എന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അതിൻ്റെ കാമ്പ് മാത്രം എടുക്കുക. അപ്പോൾ നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് മാങ്ങയുടെ പുളി നോക്കിയിട്ടും വേണം എടുക്കാൻ. ഞാൻ ഫുൾ മാങ്ങ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പത്ത് ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ട് അതിൽ കുറച്ച് മാങ്ങ കഷ്ണം ഇട്ട് കൊടുത്തു. ഭയങ്കര സിമ്പിളായിട്ടുള്ള കറിയാണ്, നല്ല ഈസിയാണ് ഈ കറി, ടേസ്റ്റിയാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക്, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം. ശേഷം നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടത് കുറച്ച് തേങ്ങ, ജീരകം, വറ്റൽമുളക്. ഇത് മൂന്നും കൂടി അരച്ച അരപ്പ് അതിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനിടുക. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ അത് തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ആ സമയത്ത് തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി തിളപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കറി. ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ് ഈ കറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറവിടാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കറി. നല്ല ടേസ്റ്റാണ് ഈ കറി. ഇതിൻ്റെ കൂടെ കയ്പ്പയ്ക്ക ഫ്രൈ ചെയ്തതും കയ്പ്പയ്ക്ക ഉപ്പേരിയായിട്ടും പിന്നെ നമുക്ക് മാന്തള ഉണക്കമീൻ വറുത്തത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം.